ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1 kg വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ഞാനൊരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കേട് പോലെ ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഞാനിപ്പോ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഒന്ന് പതഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ ബീറ്റായി നമ്മുടെ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകും. അപ്പൊ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കിലേക്ക് 1 ടീസ്പൂൺ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളർ മിസ്റ്റിന്റെ കളർ സ്പ്ലാഷ് എന്ന ലിക്വിഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എഗ് മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ബട്ടർ മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആകാതെ ശ്രദ്ധിക്കണം. ഓവർ മിക്സ് ആയാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരൂല. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കുറച്ച് ബട്ടർ മിൽക്ക്, ഈ രീതിയിൽ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ കൂടെ അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കളർ കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുക്കറിൽ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പഴയ തട്ട് വെച്ച് കൊടുത്ത് കുക്കർ അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പൊ കുക്കർ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇനി വിസിൽ ഊരി കുക്കർ അടച്ച് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റിന് ശേഷം കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക, അതിൻ്റെ ഉള്ളൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇപ്പോൾ ഇത് ക്ലീൻ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിന് ശേഷം ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ നടുവിൽ ഇതുപോലെ ഒന്ന് ക്രീം വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കഷ്ണം വൈറ്റ് ചോക്ലേറ്റ് കൂടെ ചേർത്ത് മെൽറ്റാക്കി എടുത്ത ഷുഗർ സിറപ്പാണ് കേട്ടോ ഇത്. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്താലേ നമുക്ക് ക്രീം എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ വെച്ചെടുക്കാൻ കഴിയും. ഇനി ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതിന്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് പീസ് കൂടെ വെച്ച് കൊടുത്ത് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ സൈഡിൽ മുകളിലേക്കായിട്ട് ക്രീം വെച്ചെടുത്ത് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി ഇതിന്റെ സൈഡിൽ മുകളിലേക്കായിട്ട് നല്ല കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുത്ത് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. കേക്കിന്റെ സൈഡ് ഭാഗം ഇതുപോലെ സ്ക്രാപ്പർ വെച്ച് ഡിസൈൻ ചെയ്തൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്.
നേരത്തെ മാറ്റി വെച്ചിരുന്ന കേക്കിന്റെ കഷ്ണം ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കി ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. കേക്കിന്റെ മുകളിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത് അതിന്റെ മുകളിൽ പൊടിയൊന്ന് വിതറി കൊടുക്കണം. പോലെ അരിപ്പയിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒരേപോലെയായി ഒന്ന് ഫിനിഷായി കിട്ടും. ഇനി പതുക്കെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു നോസിൽ വെച്ചാണ് ഇതിന്റെ ബോർഡർ ഒക്കെ ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് റോസ് ഫ്ലവർ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻസ് ഒക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.